നമുക്ക് പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് തന്നെ പോകണം. കാട്ടാന ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. കോതമംഗലത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം തുടരുന്നു. ഇന്നലെ ഉണ്ടായ സംഘർഷത്തിൽ ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങിയ മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസും അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാകും. കോതമംഗലത്തെ കോൺഗ്രസ് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഹാജരാക്കാനാണ് പോലീസ് നീക്കം. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ഇതിനിടെ മൃതദേഹം പ്രതിഷേധത്തിന് കൊണ്ടുപോയത് കുടുംബത്തിന്റെ അനുമതിയോടെ അല്ലെന്നും രാഷ്ട്രീയവൽക്കരിക്കുന്നതിനോട് യോജിപ്പില്ലെന്നും കൊല്ലപ്പെട്ട ഇന്ദിരയുടെ സഹോദരൻ സുരേഷ് പ്രതികരിച്ചു. മൃതദേഹം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു പോലീസ് നടപടിയെന്നും സുരേഷ് പറഞ്ഞു. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ മൃതദേഹത്തെ അനാദരിച്ചുവെന്ന് പരാതിയില്ലെന്ന് ഇന്ദിരയുടെ ഭർത്താവ് രാമകൃഷ്ണനും പറഞ്ഞു. ഭർത്താവിന്റെയും മകളുടെയും അനുമതിയോടെയാണ് പ്രതിഷേധിച്ചതെന്ന് മാത്യു കുഴൽനാടൻ വിശദീകരിച്ചു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, ഒരു രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ്. ബന്ധുക്കൾക്കിടയിൽ തന്നെ ഒരു ചെറിയ ആശയക്കുഴപ്പം ഈ വിഷയത്തിൽ, അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്ന പശ്ചാത്തലമുണ്ട്. അപ്പോഴും പ്രതിഷേധം കോൺഗ്രസ് ഒട്ടും പുറകോട്ടാക്കുന്നില്ല. വലിയ പ്രതിഷേധം നടക്കുന്നു. സംസ്ഥാന നേതാക്കളും ഈ വിഷയത്തിൽ ഇടപെടുന്ന സംഭവവികാസങ്ങളുമുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരം കോതമംഗലത്ത് നിന്ന്? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഒരു ഭിന്നത കുടുംബത്തിലെ സഹോദരനും ഭർത്താവും തമ്മിലുള്ള അഭിപ്രായത്തിൽ ഒരു ഭിന്നത നമുക്കും തോന്നിയിരുന്നു. കുടുംബത്തിൽ കോൺഗ്രസ് മൃതദേഹവുമായി പ്രതിഷേധം നടത്തിയതിനെ ചൊല്ലി സഹോദരൻ തനിക്ക് മൃതദേഹം തിരിച്ചു കിട്ടണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുകയും അതേ തുടർന്നാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധത്തിനായി കൊണ്ടുപോയ മൃതദേഹം എത്തിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങുകയും പോലീസ് മൃതദേഹം അവിടെ നിന്നും വലിച്ച് ഇറക്കി കൊണ്ടുവന്ന് വീട്ടിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. അതിനുശേഷമാണ് അത് വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതേസമയം ഭർത്താവ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: എനിക്ക് സർക്കാരിനോടൊന്നും പറയാനില്ല, എല്ലാ കാര്യങ്ങളും നടത്തിത്തരാമെന്നും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാമെന്നും വനമന്ത്രി എത്തിയിട്ട് പറഞ്ഞിരുന്നു. ഡീൻ കുര്യാക്കോസ് MP എത്തിയിരുന്നു. അവരും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്ന് പറഞ്ഞിരുന്നു. മരിച്ച ഇന്ദിരയ്ക്ക് വേണ്ടിയിട്ട് അടിയന്തര നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നു. ഇതിലൊക്കെ എനിക്ക് സർക്കാരിനോട് യാതൊരു യോജിപ്പുമില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്നാണ് ഇന്ദിരയുടെ ഭർത്താവിൻ്റെ പ്രതികരണം. ഇന്ദിരയുടെ സംസ്കാരം ഏകദേശം 1 മണിക്കൂർ മുൻപ് പൂർത്തിയായി. ഇതിന് ഒക്കെ ആണെങ്കിലും ഇന്ദിരയുടെ മരണം, ഇന്ദിര ശരിക്കും അവിടുത്തെ ഒരു മലയോര കർഷകരുടെ രക്തസാക്ഷിയായി മാറുകയായിരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം നമുക്ക് ചുറ്റും തടിച്ചുകൂടിയ മലയോര കർഷകരുടെ വേദന അങ്ങേയറ്റം വൈകാരികമായ ഒരു സാഹചര്യമായിരുന്നു നമുക്കവിടെ കാണാൻ കഴിയുക. പലർക്കും ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. ഈ ഏക്കർ കണക്കിന് ഭൂമിയും ഇതുപോലെ കാട്ടുമൃഗങ്ങൾ നശിപ്പിക്കുകയാണ്. ഈ കൃഷിഭൂമിയിൽ ലോൺ എടുത്തും അല്ലാതെയും പണയം വെച്ചും ഭൂമി വിറ്റും ഒക്കെ വാങ്ങിക്കൂട്ടിയ കൃഷിഭൂമിയാണ്. അതിന് പല ആളുകൾക്കും നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല. കൃഷി നശിച്ചതിന് നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല. ഇനി നഷ്ടപരിഹാരത്തിന് അർഹരായവരുടെ പട്ടിക വരുമ്പോൾ അതിന് ശരിയായ പട്ടയം കയ്യിലില്ല, പട്ടയം ലഭിച്ചിട്ടില്ല. ഇവരൊക്കെ പറയുന്നവരുടെ ഈ പട്ടയമുണ്ട്, പട്ടയഭൂമിയാണ്, പട്ടയം ലഭിച്ച ശേഷമാണ് അതിൽ കൃഷി തുടങ്ങിയത്. അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ട്. ഇതിനപ്പുറം വനംവകുപ്പിനെതിരെ അതിശക്തമായ അതിരൂക്ഷമായ പ്രതിഷേധമാണ് ജനങ്ങൾക്കുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കർഷകന് ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃഷിഭൂമി നശിച്ചതിൽ നിന്നും കൃഷിഭവൻ നഷ്ടപരിഹാരമായി കണ്ട തുക ഏതാണ്ട് 1 ലക്ഷത്തിന് മേലുള്ള തുകയാണ്. പക്ഷെ അത് വനം വകുപ്പ് 7,000 വെട്ടിച്ചുരുക്കി. ഇത്തരത്തിൽ മലയോര മേഖലയിലെ കർഷകരെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ്
ചെയ്തികളാണ് വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നാണ് കർഷകരുടെ ആരോപണം. ആനത്താര തെളിച്ചിട്ടത് കൊണ്ടാണ് ഇപ്പോൾ ആന ഈ പ്രദേശത്തേക്ക് വ്യാപകമായി ഇറങ്ങി തുടങ്ങിയതാണെന്നാണ് ഇവരുടെ പ്രതിഷേധക്കാരുടെ വാദം. അതേപോലെ ഈ ഫെൻസിങ് 1/2 കിലോമീറ്റർ ദൂരത്ത് ഫെൻസിങ് വെച്ചാൽ തീർന്ന പ്രശ്നമേ ഉള്ളൂ. ഒരു വശത്തു നിന്നും ആന പോയി കൂട്ടത്തോടെ മറുമേഖലയിലേക്ക് പോയി കൂട്ടത്തോടെ ആനകളെ കൂട്ടിക്കൊണ്ടുവരുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഇത് അവർക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയ കാറ്റനങ്ങിയാൽ ഒരു ഇല അനങ്ങിയാൽ ഇതൊക്കെ വന്യജീവിയാണോ എന്നുള്ള ഭീതിയിലാണ് ഇവിടെ കഴിഞ്ഞുകൂടുന്ന ആളുകൾ. ഇവിടുത്തെ തനിച്ച് താമസിക്കുന്ന വൃദ്ധരായ അമ്മമാരുണ്ട്, മറ്റാരും മക്കളോ ഭർത്താവോ ഒന്നും കൂട്ടിനില്ലാത്ത തരത്തിൽ തനിച്ച് താമസിക്കുന്ന സ്ത്രീകളുണ്ട്. രാത്രി കാലങ്ങളിൽ വീടിന് ചുറ്റും എന്തെങ്കിലും അനക്കം കേട്ടാൽ അത് ഈ പറയുന്ന തരത്തിൽ പന്നിയോ ആനയോ ഒക്കെ ആണോ എന്നുള്ള തരത്തിലുള്ള ഭീതിയിലാണ് ഇവിടെയുള്ളവരൊക്കെ ജീവിക്കുന്നത്. ഇതിന് പരിഹാരം കാണണമെന്ന് തന്നെയാണ്. ഫെൻസിങ് വേണം, ട്രെഞ്ച് വേണം, ഇത് കുറെ കൂടി ട്രെഞ്ചിന് ആഴം കൂട്ടണം, ഇങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനു വേണ്ടിയിട്ട് വനം വകുപ്പ് ഒന്നും ചെയ്യുന്നില്ല. വനം വകുപ്പ് തെളിച്ച വഴിത്താരകളൊക്കെ കാട്ടിലൂടെ പലയിടത്തിലൂടെ വനം വകുപ്പിൻ്റെ വാഹനങ്ങൾ കടന്നു പോകാനുള്ള വഴിത്താരകളൊക്കെ തെളിച്ചിട്ടിരിക്കുന്നതായി ചില കർഷകർ ഞങ്ങളെ കാണിക്കുകയുണ്ടായി. ഇത്തരം അതിരൂക്ഷമായ അത് പരിഹരിക്കപ്പെടേണ്ടുന്ന അതിരൂക്ഷമായ പ്രശ്നമാണ് ഇവിടെ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇവർ അങ്ങേയറ്റം വൈകാരികമായിട്ടാണ് ന്യൂസ് 18 പ്രതികരിച്ചത്. നമുക്ക് ചുറ്റും കൂടിയിട്ടുള്ള ആളുകളിൽ 70% പേരും കൃഷിഭൂമിയാണ് അവിടെ ഉള്ളത്. അതായത് ഭൂമി ഉപേക്ഷിച്ചിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് വന്യമൃഗങ്ങളെ പേടിച്ചിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറി വാടകയ്ക്ക് താമസിക്കേണ്ട സാഹചര്യമുള്ളവരുണ്ട്. അവിടെ ഇന്ദിരയുടെ മരണം അറിഞ്ഞിട്ട് വന്നവരാണ് അവരിലേറെ പേരും. അവിടെ ഉള്ളവരൊക്കെ തന്നെയാണ്. പക്ഷേ അവരുടെ ജീവിത സാഹചര്യം ഇപ്പോൾ ഇങ്ങനെയാണ്, കൃഷിക്ക് വേണ്ടി മാത്രമാണ്. പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പലരും ലോൺ എടുത്തും മറ്റു സാഹചര്യം. ഏതായാലും വലിയ ആശങ്കയിലാണ് ആ പ്രദേശം. നമുക്കറിയാം കോതമംഗലവും അടക്കമുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ കുറെ നാളുകളായി കാട്ടാന ശല്യത്തിന്റെ രൂക്ഷതയുണ്ട്. അജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അടിമാലിയിലെ പ്രതിഷേധത്തിൽ മാത്യു കുളനാടനെയും മുഹമ്മദ് ഷിയാസിനെയും അറസ്റ്റ് ചെയ്ത നടപടി പ്രതിഷേധാർഹമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചത്. അറസ്റ്റിനെതിരായ സമരം തുടരും. മൃതദേഹം വലിച്ചിഴച്ചതും അനാദരവ് കാട്ടിയതും പോലീസാണ്. കിരാത നടപടിയാണ് പോലീസ് കാട്ടിയതെന്നും സതീശൻ പറഞ്ഞു. കിരാതമായ രീതിയിൽ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കുക. പോലീസാണ് ബന്ധുക്കളുടെ പക്കൽ നിന്ന് ഈ മൃതശരീരം റോട്ടിലൂടെ വലിച്ചഴച്ച് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയത്. വലിയ കൊലപാതക കുറ്റത്തിലും വലിയ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലല്ലേ സമരം നടക്കുന്ന സ്ഥലത്ത് നിന്ന് പിടിച്ചുകൊണ്ടുപോയത്? മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ നോട്ടപ്പുള്ളി ആയതിനാലാണ് കുഴൽനാടനെ ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തതെന്ന് കെ മുരളീധരൻ. ആനയുടെ ആക്രമണത്തിൽ മരണം നടന്നപ്പോൾ ഉണ്ടായ സ്വാഭാവികമായ പ്രതികരണമാണത്. കേരളത്തിൽ അരങ്ങേറുന്നത് ദുരൂഹമായ സാഹചര്യമാണ്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഉത്തരവാദി സർക്കാരാണെന്നും അരാജകത്വത്തിന്റെയും വിധ്വംസക പ്രവർത്തനത്തിന്റെയും ക്യാപ്റ്റനായി മുഖ്യമന്ത്രി മാറിയെന്നും മുരളീധരൻ ആരോപിച്ചു. ഭരണകൂട ഭീകരത ഒരു ഉത്തരേന്ത്യൻ ശൈലിയിലേക്ക് കടന്നിരിക്കുക. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനെതിരായ ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ മാത്യു കൊളനാടനും മുഖ്യമന്ത്രിയുടെ നോട്ടപ്പുള്ളിയാണ്. ആ പ്രതികാരമാണ് ഇന്നലെ ഒരു സമരം കാരണം അതിൻ്റെ പേരിൽ അറസ്റ്റുണ്ടായത്.